ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. അധ്യാപക ജോലി സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കിടയിലുണ്ട് അല്ലേ. DLED, B.Ed, TTC, അതിൽ തന്നെ കേട്ടറ്റ് ക്വാളിഫിക്കേഷൻ, നെറ്റ്, സെറ്റ് തുടങ്ങിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചിങ് എക്സാംസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. സ്ഥിരമായിട്ടൊരു അധ്യാപക ജോലിയിൽ പ്രവേശിക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവരിൽ തന്നെ ഭൂരിഭാഗം പേരും ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് നമ്മുടെ കേരള PSC നടത്തുന്ന LPST, UPST എക്സാംസ് അല്ലേ. പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ധാരാളം നിയമനങ്ങൾ നടക്കുന്നതും അതിനോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ് ടീച്ചിങ് എന്നുള്ളത്. അതിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ടീച്ചറായിട്ട് കയറുക അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണഗതിയിൽ LPST, UPST ധാരാളം നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയാണ്. പക്ഷെ കറൻ്റ്ലി നമുക്കറിയാം LPST, UPST നിയമനങ്ങൾ വളരെ കുറവ് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. ഒരു നിശ്ചല അവസ്ഥയിൽ ഇപ്പോൾ LPST, UPST നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ LPST അല്ലെങ്കിൽ UPST ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 200 റാങ്കിൻ്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുറപ്പിക്കാം, നമുക്കൊരു ജോലി ഉറപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷേ കറൻ്റ്ലി നോക്കുമ്പോൾ വളരെ സാവധാനം മാത്രമാണ് LPST, UPSTയുടെ ആ ഒരു ലിസ്റ്റ് കടന്നു പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു നിയമനവുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു LPST, UPST എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, അവിടെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ കൂടെയും വളരെ വൈകി മാത്രം അപ്പോയിൻമെൻറ്റ് നടക്കുക, അതിൽ അപ്പോയിൻമെൻറ്റ് നടക്കുക എന്നുള്ള കാര്യം പോലും നമുക്ക് ഉറപ്പില്ലാതിരിക്കുക. അപ്പോൾ പൊതുവേ നമുക്ക് എന്തുണ്ടായിരിക്കും, നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. നമ്മൾ ഇത്രയും നാൾ പഠിച്ചു, ഇത്രയധികം ക്വാളിഫിക്കേഷൻസ് നമുക്ക് കിട്ടി, എന്നിട്ടും നമുക്ക് സ്ഥിരമായിട്ടൊരു അധ്യാപക ജോലിയിൽ പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും നമ്മൾ PSCയെ മാത്രം കാത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് പറ്റുമോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മൾ ടീച്ചിങ് എക്സാംസിനെ കുറിച്ച് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിന് താഴെ കമൻ്റായിട്ട് കൊടുക്കുന്നതാണ്, LPST, UPST നിയമനം എവിടെയാണ് നടക്കുന്നത്, ആർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം വരുമ്പോൾ നമുക്കും അവിടെ എന്താണ് കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ തന്നെ ഡിവിഷൻ 4 ആണ് വരുന്നത്. കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ഓൾറെഡി നിലവിൽ സർവീസിലിരിക്കുന്ന അധ്യാപകരെ വെച്ച് തന്നെ എന്ത് ചെയ്യാണ്, ക്ലാസ്സുകളൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോയിൻമെൻറ്റ് വൈകുന്നതും നമ്മുടെ ലിസ്റ്റ് അങ്ങനെ പെൻഡിങ് എന്നുള്ള രീതിയിൽ നിന്നു പോകുന്നതും. അവിടെയാണ് നമുക്ക് എന്ത് പറയുന്നത്, നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലുള്ള ടീച്ചിങ് സ്കോപ്പുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫെമിലിയർ അല്ലാത്തൊരു കാര്യമാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലുള്ള ടീച്ചിങ് വാക്കൻസീസ്. നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്, കേരള PSC നടത്തുന്ന LP, UP അസിസ്റ്റൻ്റ് എക്സാംസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്തുകൊണ്ടും സാധ്യതകൾ ഏറെയുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങൾ പോലുള്ള സ്കൂളുകളിലേക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ടീച്ചിങ് എക്സാംസിൽ നമ്മുടെ അവിടെ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞു പോകുന്നു. അപ്പോൾ പൊതുവെ ഈ ഒരു കാര്യം, അതല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കുള്ള ആ ഒരു ടീച്ചിങ് സ്കോപ്പിനെ പറ്റി അറിവില്ലാത്തത് തന്നെയാണ് ആ ഒരു എക്സാമിന് വേണ്ടിയുള്ള നമ്മുടെ പ്രിപ്പറേഷൻ പിറകോട്ട് വലിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കേരള PSC നടത്തുന്ന LP, UP അസിസ്റ്റൻ്റ് എക്സാംസിനെ കുറിച്ചും കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കുള്ള ടീച്ചിങ് സ്കോപ്പിനെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്യാം. ഏതാണ് ബെനിഫിഷ്യൽ, ഏതാണ് നമ്മൾ കൂടുതലും ആഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് നമുക്ക് കരിയർ ഗ്രോത്ത് തരുന്നത്, ഫിനാൻഷ്യലി നമ്മൾ കുറച്ചും കൂടെ സൗണ്ട് ആവുന്നത് ഇതിൽ ഏത് ജോബ് കിട്ടുമ്പോഴായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, രണ്ട് എക്സാമും എന്ത് തന്നെയാണ്, ഒരു ജോബ് സെക്യൂറായിട്ട് അല്ലെങ്കിൽ ഒരു ജോബ് സെക്യൂരിറ്റി ആണ് നമുക്ക് തരുന്നത് അല്ലേ. ഇപ്പോൾ കേരള PSC ആണ് LP, UP അസിസ്റ്റൻ്റ് എക്സാം നടത്തുന്നത്. കേന്ദ്രീയ വിദ്യാലയങ്ങളും എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കുള്ള അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത്. രണ്ടും സൊസൈറ്റിയിൽ നല്ല വാല്യൂബിൾ ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടീച്ചിങ് കരിയേഴ്സാണ് അധ്യാപകർക്ക് ഓഫർ ചെയ്യുന്നത്. പക്ഷേ രണ്ടിനും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. റിക്രൂട്ട്മെൻറ്റ് സ്കോപ്പ് ആണെങ്കിലും സാലറി സ്ട്രക്ചറിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് ആണെങ്കിലും എന്തുണ്ട്, നല്ല രീതിക്കുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് LP, UP എക്സാം നടത്തുന്ന അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് കേരള
പബ്ലിക് സർവീസ് കമ്മീഷനാണ്. എന്നാൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കുള്ള ടീച്ചേഴ്സിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മളൊരു PSC എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. കേരളത്തിനകത്തുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജില്ലയ്ക്കകത്തായിരിക്കും നമുക്ക് ജോബ് കിട്ടുന്നത്. പക്ഷേ കേന്ദ്രീയ വിദ്യാലയങ്ങളിലുള്ള ടീച്ചർ ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അവിടെ ട്രാൻസ്ഫറിനുള്ള ലയബിലിറ്റി വരുന്നുണ്ട്. ഞാൻ കേരളക്കാരിയാണ്, അല്ലെങ്കിൽ ഞാൻ കേരളത്തിലുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് കേരളത്തിൽ മാത്രം അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്പോയിൻമെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇനി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള PSCയുടെ നമുക്കറിയാം മോസ്റ്റ്ലി എന്താണ്, മലയാളമാണ് മോസ്റ്റ്ലി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് വരുന്നത്. പക്ഷേ KVയുടെ കാര്യം എടുക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷും ഹിന്ദിയും മാൻഡേറ്ററി ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം, അതായത് ഈ 2 ലാംഗ്വേജിൽ നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം. ഇനി എലിജിബിലിറ്റി എക്സാം എന്ന് പറയുന്നത് കേരള PSC നടത്തുന്ന LP UP എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത് കേട്ടറ്റ് ആണ്. അതിൽ തന്നെ കേട്ടറ്റ് കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം ആണ് നമ്മളൊരു ക്വാളിഫയിങ് എക്സാം ആയിട്ട് അല്ലെങ്കിൽ എലിജിബിലിറ്റി എക്സാം ആയിട്ട് പറയുന്നത്. CTETനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ KVനെ സംബന്ധിച്ചിടത്തോളം CTET സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റാണ് നമ്മൾ പാസ്സാവേണ്ടത്. അവിടെ പേപ്പർ 1ഉം പേപ്പർ 2ഉം നമ്മൾ പാസ്സാവണം. PRT ഉണ്ട്, TGT ഉണ്ട്. അത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. PRT എന്ന് പറയുന്നത് പ്രൈമറി ടീച്ചേഴ്സാണ്. TGT എന്ന് പറയുന്നത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ അവർ ക്വാളിഫൈ ചെയ്യേണ്ട എലിജിബിലിറ്റി എക്സാം എന്ന് പറയുന്നത് CTET ആണ്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആണ് വരുന്നത്. ഇനി പ്രൊമോഷൻ സ്കോപ്പിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ കേരള PSCനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്, സീനിയോറിറ്റിയുടെ ബേസിലാണ് നമുക്ക് എന്ത് വരുന്നത്, പ്രൊമോഷൻസ് കൂടുതലായിട്ടും വരുന്നത്. അതിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ KVനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ PSC ലെവലിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ LP UP എക്സാമിൽ പ്രൊമോഷൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ KVനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ KVയിൽ ഫാസ്റ്റർ ആയിട്ടുള്ളൊരു കരിയർ ഗ്രോത്താണ് അധ്യാപകർക്ക് ഉണ്ടാവുന്നത്. ഇപ്പോൾ PRT ഒരു പ്രൈമറി ലെവലിൽ നമ്മൾ ടീച്ചറായിട്ട് കയറുന്നു, അത് കഴിഞ്ഞ് അതൊരു TGT ലെവലായിട്ട് മാറുന്നു, പിന്നീട് അതൊരു PGT ആവുന്നു, വൈസ് പ്രിൻസിപ്പൾ ആകുന്നു, പ്രിൻസിപ്പൾ ആവുന്നു. ഈ ഒരു കരിയർ ഗ്രോത്ത് വളരെ പെട്ടെന്ന് എവിടെ സംഭവിക്കും, KV പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന എക്സാംസിൽ അല്ലെങ്കിൽ ആ ഒരു ടീച്ചറായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുള്ളൊരു കരിയർ ഗ്രോത്താണ് നമുക്ക് സംഭവിക്കുന്നത്. ഇനി സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ എന്തുണ്ട്, മാറ്റങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഫോളോ ചെയ്യുന്നത് സെൻട്രൽ പേ കമ്മീഷൻ്റെ 7th പേ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള സാലറി സ്കെയിലാണ് KV പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്നത്. കേരള PSCയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ കേരള സ്റ്റേറ്റ് പേ റിവിഷൻ നോംസിൻ്റെ ബേസിലാണ് നമ്മുടെ സാലറി സ്ട്രക്ചർ വരുന്നത്. അതിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരള PSCയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ നമ്മുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 35,000 മുതൽ 75,000 വരെയാണ് നമ്മുടെ ഒരു സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ബേസിക് പേ എന്ന് പറയുന്നത് 35,600 ആണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, DA വരുന്നുണ്ട്, HRA അലവൻസ് വരുന്നുണ്ട്, CCA വരുന്നുണ്ട്, എല്ലാ അലവൻസും വരുന്നുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഇൻ ഹാൻഡ് കിട്ടുന്നൊരു സാലറി എന്ന് പറയുന്നത് 42,000 to 45,000 ആണ് ബിഗിനിങ് സ്റ്റേജിൽ വരുന്നത്. പിന്നീട് അങ്ങോട്ട് എന്തുണ്ടായിരിക്കും, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഈ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഗ്രോസ് സാലറിയിൽ തന്നെ ലൊക്കേഷൻസിൻ്റെ ബേസിൽ എന്തുണ്ടായിരിക്കും, വേരിയേഷൻസ് വരും. ഓക്കെ, അപ്പോൾ 35,000 മുതൽ ഒരു 75,000 ആ ഒരു റേഞ്ചിലാണ് സാലറി സ്കെയിൽ വരുന്നത്. പക്ഷേ KVയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ PRTയിൽ ലെവൽ 6 അനുസരിച്ചിട്ടുള്ള സ്കെയിലാണ് വരുന്നത്. TGTയിലോട്ട് പോകുമ്പോൾ ലെവൽ 7 അനുസരിച്ചിട്ടുള്ള പേ ആണ് വരുന്നത്, സ്കെയിൽ ഓഫ് പേ ആണ് വരുന്നത്. അതിൽ ബേസിക് പേ PRT ലെവലിൽ വരുമ്പോൾ പ്രൈമറി ടീച്ചേഴ്സിന് 35,000 മുതൽ വരുന്നു. TGTയിലേക്ക് പോകുമ്പോൾ സാലറി സ്കെയിൽ മാറ്റം വരുന്നുണ്ട്. അവരെ ബേസിക് പേ വരുന്നത് 45,000 മുതലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട്, അലവൻസുകൾ ഉണ്ട് കേട്ടോ. അലവൻസ് എന്ന് പറയുമ്പോൾ DA അലവൻസ് വരുന്നുണ്ട്, HRA അലവൻസ് വരുന്നുണ്ട്, അതിൽ തന്നെ ട്രാൻസ്പോർട്ട് അലവൻസും വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കറൻ്റ്ലി നമ്മൾ DA അലവൻസ് ആയിട്ട് കൊടുക്കുന്നത് 50 to 55% ആണ് എക്സ്ട്രാ കൊടുക്കുന്നത്. HRA അലവൻസ് വരുന്നുണ്ട്. HRA അലവൻസിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻസ് അനുസരിച്ച് എന്തുണ്ടായിരിക്കും, HRA അലവൻസിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, പ്ലസ് ട്രാൻസ്പോർട്ട് അലവൻസും വരുന്നു. അപ്പോൾ ഒരു ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ ഒരു PRT ലെവലിലൊക്കെ ആണെങ്കിൽ, പ്രൈമറി ടീച്ചർ ലെവലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇൻ ഹാൻഡ് എത്ര കിട്ടിയിട്ടുണ്ട്, ഒരു 65,000 മുതൽ 72,000 വരെയൊക്കെ വരും. അതിൽ നമ്മൾ പറഞ്ഞു HRA അലവൻസിൽ മാറ്റങ്ങൾ വരും. ഇനി TGT ലെവലിലാണ് പോകുന്നതെങ്കിൽ നോക്കിയേ 82,000 മുതൽ 90,000 രൂപ വരെയൊക്കെയാണ് ഒരു ഗ്രോസ് സാലറി എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നോക്കാം അല്ലേ. അവിടെ നമുക്കറിയാം കേരള PSC നടത്തുന്ന LP UP എക്സാം എഴുതണമെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ പാസ്സായിട്ടുണ്ടായിരിക്കണം. കേട്ടറ്റ് കാറ്റഗറി 1 കാറ്റഗറി 2. ഇനി അവിടെ തന്നെ നമ്മൾ KVയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെയും എന്തുണ്ട്, എലിജിബിലിറ്റി എക്സാം ഉണ്ട്. CTECT പേപ്പർ 1 പേപ്പർ 2. ഇനി കേരള PSC നടത്തുന്നത് നമുക്കറിയാം ഒരു സിംഗിൾ OMR ബേസ്ഡ് റിട്ടേൺ എക്സാമിനേഷൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുന്നു, ഇൻ്റർവ്യൂ നടത്തുന്നു. അവിടെ എന്ത് വരുന്നുണ്ട്, റാങ്ക് ലിസ്റ്റ്, പിന്നെ ഫൈനൽ ആയിട്ടുള്ളൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു LP UP എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി എന്താണ്, മലയാളത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത് ചൈൽഡ് സൈക്കോളജി വരുന്നുണ്ട്, മലയാളം ലാംഗ്വേജ്, കേരള ഹിസ്റ്ററി ആൻഡ് സബ്ജക്റ്റ് കോണ്ടന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു എക്സാമിന് ചോദിക്കുന്നത്. പക്ഷേ KV ലെവലിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു റിക്രൂട്ടിംഗ് പ്രോസസ്സിൽ എന്തുണ്ട്, നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്നതാണ്. സോ ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ മാത്രമേ അവർ നോക്കുകയുള്ളൂ, KV പോലെയുള്ള സ്കൂളുകൾ നോക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു റിക്രൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ PSCനേക്കാൾ കുറച്ചും കൂടി അവിടെ പ്രോസസ്സുകൾ കൂടുതലായിരിക്കും. ഇവിടെ മൾട്ടി സ്റ്റേജ് പ്രോസസ്സാണ് വരുന്നത്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൂടാതെ പ്രൊഫഷണൽ കോമ്പിറ്റൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. പ്രൊഫഷണൽ കോമ്പിറ്റൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോ ക്ലാസ് എടുത്തു കൊടുക്കണം, ഇൻ്റർവ്യൂ നടക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ലാംഗ്വേജ് എന്ന് പറയുന്നത്, എക്സാമിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എക്സാം ഈസ് ബൈലിംഗ്വൽ, അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഹിന്ദിയിലും ഉണ്ടായിരിക്കും. ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത് ഹൈ വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പാണ്. അതായത് പെഡഗോജി, അതേപോലെ തന്നെ ചൈൽഡ് സൈക്കോളജിക്ക് വളരെ കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കും, KV നടത്തുന്ന അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന എക്സാംസുകളിൽ ഉണ്ടായിരിക്കും. ഇതുകൂടാതെ ജനറൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് നോളജ്, ഇതാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്? ഇത് സാലറി കണ്ടപ്പോഴും അതേപോലെ തന്നെ നമ്മുടെ സ്കോപ്പ് നമ്മൾ അറിയുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്, KV പോലെയുള്ള വിദ്യാലയങ്ങളിൽ ടീച്ചറായിട്ട് കയറുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ കേരള PSC നടത്തുന്ന എക്സാംസിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അല്ലേ. ഇപ്പോൾ നാട് വിട്ടുപോകാൻ പറ്റാത്ത കുറേയധികം ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കേരള PSC നടത്തുന്ന LP UP എക്സാംസ് ആണ്. ഹോം സ്റ്റേറ്റ് പോസ്റ്റിംഗ് ആണ് വരുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് അതല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് നമ്മുടെ ഒരു കൾച്ചറിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കൊരു ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്നു കേരളത്തിനകത്ത് തന്നെ. കോൺസിക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഏറ്റവും വലിയൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് നിയമനങ്ങൾ വളരെ കുറവ് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 1 വർഷം ആവാറായി, എന്നിട്ടും ഉയർന്ന റാങ്കുകളിലുള്ള കുട്ടികൾക്ക് പോലും ഇതുവരെയായിട്ടും എന്ത് കിട്ടിയിട്ടില്ല, അപ്പോയിൻമെൻറ്റ് ലഭിക്കാത്തൊരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് അതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ വരുന്നതാണ് സ്ലോവർ സാലറി ഗ്രോത്ത് ആണ് വെൻ വി കമ്പയർ ടു സെൻട്രൽ സ്കെയിൽസ്. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാലറി സ്കെയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി സ്കെയിൽ അല്ലെങ്കിൽ PSCയുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഒരുപാട് താഴെയാണ്. ഇനി കരിയർ ഗ്രോത്ത് എന്ന് പറയുമ്പോഴും ഇവിടെ എന്താണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കരിയർ ഗ്രോത്ത് ആണ് കേരള PSCയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു LPST ടീച്ചറായിട്ട് കയറുന്ന ഒരാൾക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ UPST പ്രൊമോഷൻസ് കിട്ടുന്നു. ഇനി അതിലും കഴിഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഹെഡ് മാസ്റ്റർ ലെവലിലോട്ട് പോകുന്നു. ഇതൊന്നും എന്തല്ല പെട്ടെന്ന് സംഭവിക്കുന്ന പ്രൊമോഷൻസ് അല്ല, വളരെ സമയമെടുത്ത് സംഭവിക്കുന്ന പ്രൊമോഷൻസ് ആണ്. ഇനി ഹെഡ് മാസ്റ്റർ ലെവലും കഴിഞ്ഞിട്ട് നമുക്ക് അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസറായിട്ട് AU ആയിട്ട് ട്രാൻസ്ഫർ കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ KVയിലോട്ട് വരുമ്പോൾ അവിടെ കരിയർ ഗ്രോത്ത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താണ്, ഹയർ സാലറി ആൻഡ് അലവൻസസ് ആണ് വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ്സും ആർക്ക് കിട്ടും, KVയിൽ കയറുന്ന അധ്യാപകർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പല പല കൾച്ചറിൽ നമുക്ക് പരിചയപ്പെടണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ജോലി ചെയ്യണം, അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് KV നടത്തുന്ന ഈ ഒരു എക്സാംസും അതിൻ്റെ ഭാഗമായിട്ടുള്ള ജോലിയും ഒക്കെ. ഓക്കെ, ഇനി ഇതിൽ തന്നെ കുട്ടികൾക്ക് എന്തുണ്ട്, എഡ്യൂക്കേഷൻ അലവൻസസ് കിട്ടുന്നുണ്ട്. ഇനി കോൺസിക്വൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറിൻ്റെ ബേസിലാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കാം. മാൻഡേറ്ററി ട്രാൻസ്ഫേഴ്സ് എവറി ഫ്യൂ ഇയേഴ്സ്. ഓക്കെ, ചിലപ്പോൾ എന്താണ്
നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ചെറിയ ഏതെങ്കിലും ഒരു ഗ്രാമങ്ങളിലായിരിക്കും അപ്പോയിൻമെൻറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഹിന്ദി എന്തായിരിക്കണം, നല്ല രീതിയിൽ നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇനി അതിൽ തന്നെ ഹയർ വർക്ക് ലോഡ് ഡ്യൂ ടു നാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കുറച്ച് വർക്ക് ലോഡ് കൂടുതലായിരിക്കും വെൻ വി കമ്പയർ ടു കേരള PSC, LPST, UPST എക്സാംസും. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു നാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള വർക്ക് ലോഡ് ഇവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമുക്ക് ഈ ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള കോഴ്സ് എനിക്കൊരു ടീച്ചർ ആകണം എന്നുള്ളൊരു സ്വപ്നം കണ്ടതിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. DLED ആണെങ്കിലും BEd ആണെങ്കിലും അത് കഴിഞ്ഞ് കേട്ടറ്റ് ആണെങ്കിലും സെറ്റ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും നമ്മൾ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടി, എനിക്കൊരു ടീച്ചറായിട്ട് കയറണം എന്നുള്ളൊരു സ്വപ്നമൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് PSC അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ സ്വിച്ച് ചെയ്യുക. എങ്ങോട്ടേക്ക്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ടീച്ചിങ് വാക്കൻസീസ് ഒന്ന് ഫോക്കസ് ചെയ്യുക. അവിടെ അപ്പോയിൻമെൻറ്റ് സാധ്യത വളരെ കൂടുതലാണ്, സാലറി സ്കെയിലും നല്ല മാറ്റമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ കേസിലാണ്. അപ്പോയിൻമെൻറ്റ് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും സംഭവിക്കാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കാം. അതിനൊക്കെ നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കരിയർ എന്ന് പറയുന്നത് KV പോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വിദ്യാലയങ്ങളിൽ ടീച്ചറായിട്ട് കയറുക എന്നുള്ളതാണ്. അപ്പോൾ PSC മാത്രം എന്ത് ചെയ്യണ്ട, ഫോക്കസ് ചെയ്യേണ്ട, ഏതിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ഈ പറഞ്ഞ പോലെയുള്ള ടീച്ചിങ് എക്സാംസുകളും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിലോട്ട് നമ്മുടെ വഴി എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുക? കുറുക്ക് വഴികളൊന്നും ഇല്ല അല്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലോ അതല്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലോ ഒരു പെർമനൻറ്റ് ടീച്ചർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സൈലം ടീച്ചിങ് എക്സാംസിൽ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1-നും കാറ്റഗറി 2-നും കേട്ടറ്റ് കാറ്റഗറി 3 മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ബാച്ചുകളാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ലൈവ് ബാച്ചുകളാണ്. അപ്പോൾ ലൈവ് ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനുള്ള കൃത്യമായിട്ടുള്ള ടൈം ഉണ്ടായിരിക്കും. സിലബസ് അനുസരിച്ചിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏപ്രിൽ 1-ാം തീയതി മുതൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക. കേട്ടറ്റ് നേടിയെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തിനും കൂടെ പ്രിപ്പയർ ചെയ്യാം, CTET എക്സാമിനും കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ CTET എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അത് കുറച്ചും കൂടി ഹൈ ലെവൽ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ മീഡിയം ഓഫ് ലാംഗ്വേജിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ കോൺസെപ്റ്റുകൾ സെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തായാലും ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് വരില്ല. അപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. 2 എക്സാംസും ക്ലിയർ ചെയ്തു വെക്കുക. ഓക്കെ, അപ്പോൾ ടീച്ചിങ് എക്സാംസിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thank you.